പത്തിരിയുടെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു തേങ്ങയാണ്. ഒരു തേങ്ങ ചിരകിയത് വേണം. പിന്നെ ഒരു 6-7 മുട്ടയും 2 വലിയ ഉള്ളി, ഒരു വലിയ തക്കാളി, ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കണേ. അപ്പോൾ തേങ്ങ ഫസ്റ്റ് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത്. 1 കപ്പൊക്കെ മതിയാവും. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ കട്ടി തേങ്ങാപ്പാൽ ഇവിടെ ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് പിഴിഞ്ഞെടുക്കേണ്ടത്. ഇതിവിടെ റെഡിയാണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇളംപാലെടുക്കാം. ഇളംപാൽ മീൻസ് നേരിയ പാൽ. അതിന് വേണ്ടിയിട്ട് സെയിം അതിൽ ആ തേങ്ങയിൽ തന്നെ ഒരു 1/4 കപ്പ് മുതൽ ഒരു 1/2 കപ്പ് വെള്ളം, അത് ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത്, ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ നമ്മുടെ നേരിയ പാലും ഇവിടെ റെഡിയാണ്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെക്കുക. ഓയിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ എടുക്കാം. കോക്കനട്ട് ഓയിലാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് നമ്മുടെ 2 വലിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റണേ, അതായത് നല്ല ബ്രൗൺ കളറാകുന്നവർ ഇത് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉള്ളി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ട് കളറ് മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ചേരുവകൾ, അതായത് പച്ചമുളക്, തക്കാളി, കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ മുളക് പൊടിക്ക് പകരം നമ്മൾ ഈ കറിക്ക് എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഈ ഒരു കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കറിവേപ്പിലയും പച്ചമുളകുമാണ്. ഇതെല്ലാം നല്ല ചെറിയ തീയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇളംപാലില്ലേ അതൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റിന് ശേഷം നോക്കിയാൽ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പച്ചമുളകെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലത്. എല്ലാം ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയെന്ന് ചിലപ്പം കേടുള്ള മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കറി ആകെ കുളമായിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും കുറച്ച് ദൂരം വിട്ടിട്ട്, അതായത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. ചെറിയ ഫ്ലെയിമിൽ വെക്കണേ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം കണ്ടില്ലേ, നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മുടെ കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടിപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒന്നൊരു അടിഭാഗം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ മെല്ലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പാൽ എല്ലാ ഭാഗത്തും മിക്സ് ആയിക്കോളും. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി കട്ടിപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കരുത്, നിങ്ങൾക്കറിയാലോ. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഇത്രയേ ഉള്ളൂ. തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്യാതെയാണ്, കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിന് മുകളിൽ ഒന്ന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെക്കുക. ഇത് നല്ല പത്തിരിയുടെ കൂടി അപ്പത്തിനൂടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് ഒക്കെ ഒന്ന് ചെയ്യാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.